ഹലോ ഗൈസ്, മസ്തിഷ്ക മരണം ഡയറക്റ്റഡ് ബൈ കൃഷ്ണാന്ത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് എല്ലാവരും ഒരു ചായക്കപ്പല്ല, നോട്ട് എവ്രി വൺസ് കപ്പ് ഓഫ് ടീ. പക്ക പ്യുവർ എക്സ്പെരിമെന്റൽ മൂവിയാണ് കൃഷ്ണാന്തിന്റെ. ഇതിന് മുന്നേ ഉള്ള ഫിലിംസ് പോലെ തന്നെ ഒരു പ്യുവർ എക്സ്പെരിമെന്റൽ മൂവി. ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് അങ്ങനെ എല്ലാവർക്കും ലൈക്ക് ആവില്ല എന്നല്ല, എല്ലാവർക്കും മനസ്സിലാവില്ല, കണക്ട് ആവില്ല. ഏജ്ഡ് ആയിട്ടുള്ളൊരു 30s മേളിലേക്കുള്ളവർക്കൊക്കെ കണക്ട് ആവാൻ നല്ല പാടായിരിക്കും. ഒരു മൊത്തം കാണൽ പാടായിരിക്കും. ഫുൾ ഫുൾ സ്റ്റേജിൽ ഒറ്റ സ്റ്റേജിൽ കണ്ടിരിക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളെ പോലുള്ളവർക്ക് പറ്റും, പക്ഷേ ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് കണക്ട് ആവില്ല, മനസ്സിലാവില്ല. അപ്പോൾ തിയേറ്ററിലേക്ക് അധികം റഷ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. തിയേറ്ററിക്കൽ ഒരു ബിഗ് സക്സസ് എന്ന് പറയാനുള്ളൊരു ചാൻസും വളരെ കുറവാണ്. കാരണം ഫാമിലി മൂവി അല്ല. അത് ഫാമിലി മൂവി എന്ന് വെച്ചാൽ വേറെ അഡൽട്ട് കണ്ടന്റ്, അതുകൊണ്ടല്ല. പടം അതിന്റെ കണ്ടന്റ് അങ്ങനെയാണ്, പടത്തിന്റെ മെയിൻ കണ്ടന്റ് അങ്ങനെയാണ്, അതിന്റെ കോർ തീം അങ്ങനെയാണ്. പക്ക ഒരു എക്സ്പെരിമെന്റൽ ആയിട്ടുള്ളൊരു മൂവിയാണ്. 2046 നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പം ഒരുപാട് ഫിക്ഷൻസും ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളും മൊത്തത്തിലുള്ള സ്റ്റോറി സെറ്റിംഗ് ആയാലും അതിൻ്റെ ആർട്ട് വർക്ക് ആയാലും അതിൻ്റെ മൊത്തത്തിൽ ഡയലോഗ് ആയാലും അതിൻ്റെ ടെക്നിക്കൽ ടേംസ് അവർ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ മൊത്തത്തിൽ ഒരു 30 വയസ്സിന് മേളിലേക്കുള്ളവർക്ക് മനസ്സിലാവാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് പടം ഇഷ്ടപ്പെടില്ല. തിയേറ്ററിൽ ഒരു സക്സസ് ആയില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹ്യൂജ് ഹിറ്റ് എന്നുള്ള ലെവലിലേക്ക് വന്നില്ലെങ്കിലും പടം OTT വരുമ്പോഴത്തേനും നല്ലൊരു ചർച്ചയാവും പടം. അതിനുള്ള ഒരു കണ്ടന്റിനകത്തുണ്ട്. കാരണം 2046 നടക്കുന്ന ഒരു കഥയാണ്. അപ്പം അതിന്റെ ടെക്നിക്കൽ കാര്യങ്ങൾ അവർ കൈകാര്യം ചെയ്തിരിക്കുന്നതും അതിന്റെ ആർട്ട് വർക്കും അതിന് 2046 ഹ്യൂമൻസ് ഉപയോഗിക്കാൻ ചാൻസ് ഉള്ള എക്യുപ്മെന്റ്സും അതൊക്കെ വെച്ചിട്ട് അതൊക്കെ വർക്ക് ചെയ്തിരിക്കുന്ന രീതിയും അത് ഉണ്ടാക്കിയിരിക്കുന്ന രീതിയും ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മൾ OTT ഇറങ്ങുമ്പോൾ തന്നെ പടം നമ്മൾ ഫോണിൽ കാണുമ്പോൾ പോസ് ചെയ്ത് നോക്കും, ഒരു ഷോട്ടൊക്കെ പോസ് ചെയ്ത് നോക്കും, ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇത് തലയിലൊക്കെ വെക്കുന്ന ഒരു ഡിവൈസ് ഒക്കെ ഉണ്ട്, നമുക്കൊരു ഗെയിം കളിക്കാൻ വേണ്ടി തലയിൽ വെക്കുന്ന ഡിവൈസ്. അതൊക്കെ നമ്മൾ പോസ് ചെയ്ത് നോക്കും, ഇത് എങ്ങനെയാണ്. അതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ പോസ് ചെയ്ത് നോക്കും, ഇത് എങ്ങനെയാണ് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ചിലതൊക്കെ രസമാണ്. നമ്മുടെ പണ്ടത്തെ DVD യൂസ് ചെയ്യുന്ന 3 പിന്നുണ്ട്, മഞ്ഞ, പച്ച, ചുവപ്പ്, അങ്ങനെ 3 കളേഴ്സ് തന്നെ. ആ സാധനമൊക്കെ വെച്ച് നൈസ് അതൊക്കെ ചെയ്തിരിക്കുന്നതൊക്കെ നല്ല രസമുണ്ട്. ആർട്ട് വർക്കിലും കൃഷ്ണാന്ത് ഉണ്ടെന്ന് തോന്നുന്നു. കൃഷ്ണാന്തും കൂടെ കൂടിയിട്ടാണ് ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് അതിൽ കാര്യത്തിലേക്ക് കിടക്കാം. പടം ഡയറക്ഷൻ കൃഷ്ണാന്ത്, സ്റ്റോറിയും ആള് തന്നെയാണ്. ഭ്രാന്തൻ ചിന്ത. ഇത് നോർമല് ഇതുവരെ മലയാളത്തിൽ എങ്ങനെ ഇതുപോലുള്ള പടങ്ങൾ കൃഷ്ണാന്തിന് ഇതിനു മുന്നുള്ള ഗഗനചാരി അങ്ങനെയുള്ള സിനിമയിലാണ് ഇതുപോലൊരു തോട്ടും ഇത്ര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഉണ്ട്. ഫ്യൂച്ചറിലുള്ള ലോകമൊക്കെ ഉണ്ട്, പക്ഷെ ഇത്രയും ഇൻഡെപ്ത് ആയിട്ട് ഒരു കാര്യങ്ങൾ ഫ്യൂച്ചറിസ്റ്റിക് കാര്യങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ അത്രയും അതിന്റെ ഞാൻ പറഞ്ഞ ഡിവൈസ് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസസ് അതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള അതിന്റെ കോറായിട്ടുള്ള പറയുന്ന കാര്യങ്ങളും അത്രയൊന്നും ഇത്ര ഒരു ഫ്യൂച്ചറിൽ നടക്കുന്ന കഥയെ കുറിച്ച് ഇതൊരു ഒരു മലയാളം പടം ഇറങ്ങിയിട്ടില്ല. പറഞ്ഞ് അങ്ങ് പോവാ. എന്റെ റിവ്യൂ മറന്നുപോയി. പടം ഡയറക്ഷൻ സ്റ്റോറി കൃഷ്ണാന്ത്, ബ്രില്യൻറ്റ് സ്റ്റോറി. അത് എല്ലാവർക്കും ബ്രില്യൻറ്റ് ആയിക്കോളുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് അത് ബ്രില്യൻറ്റ് അല്ലായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം പക്ക ബ്രില്യൻറ്റ്. കാരണം അത്ര ഇതുപോലൊരു തോട്ടും കാര്യങ്ങളൊന്നും എല്ലാവർക്കും ഉണ്ടാവുന്നതല്ല, എല്ലാ ഫിലിം മേക്കേഴ്സിനും ഉണ്ടാവുന്ന ഒരു തോട്ടല്ല. നമ്മളൊക്കെ ഇത് കണ്ടു കഴിയുമ്പോൾ നമ്മളൊക്കെ ഓർക്കും, ഇതുപോലൊരു തോട്ട് നമുക്ക് ഉണ്ടായില്ലല്ലോ, നമുക്ക് എന്തുകൊണ്ട് ഇതുപോലൊരു തോട്ട് വന്നില്ല. അങ്ങനെ അത്ര ഒരു അടിപൊളി ഒരു ചിന്തയാണ് ഈ പടത്തിന്റെ. അതിന്റെ സ്റ്റോറി മേക്ക് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഫസ്റ്റ് തോട്ട് ഞാൻ പടം കണ്ടു പോകുന്നത് ഫസ്റ്റ് തോട്ട് എന്തായിരിക്കും, ഈ സിനിമയുടെ ഫസ്റ്റ് തോട്ട് ആള് എന്തായിരിക്കും ആലോചിച്ചിട്ടുണ്ടാവുക, അവിടെ നിന്ന് ആ പടം എങ്ങനെ ഈ ലെവലിലേക്ക് എത്തിച്ചു. അപ്പം സ്റ്റോറി ആൻഡ് ഡയറക്ഷൻ പക്കായിട്ട് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആയി പടം. പ്രൊഡ്യൂസഡ് ബൈ വിനായക അജിത്. ഞാൻ ആളെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം ഇതുപോലൊരു കണ്ടന്റിലേക്കാണ് ശരിക്കും ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ചുമ്മാ കുറേ കോടികൾ വാങ്ങിക്കുന്ന കുറേ ആക്ടേഴ്സിനെ കൊണ്ടിട്ട് അവർക്ക് പൈസ കൊടുത്ത് ചുമ്മാ ചവറ് പടം പിടിച്ചു വെക്കുന്നതിൽ നല്ല ഇതുപോലെയുള്ള കണ്ടന്റ്സിന് പൈസ ഇറക്കുക. ഈ പടത്തിന് വേണ്ടി പൈസ ഇറക്കാൻ കാണിച്ച ധൈര്യത്തിന് ഹാറ്റ്സ് ഓഫ്. ടെക്നിക്കൽ ക്രൂ എല്ലാം അടിപൊളിയാണ്. പക്ക ഒരിടത്ത് നമുക്കൊരു ബാഡ് ഫീലിംഗ് വരില്ലാത്ത രീതിയിൽ എൻ്റെ ടെക്നിക്കൽ ക്രൂ വർക്ക് ചെയ്തിരിക്കുന്നത്. ക്യാമറ ആയാലും എഡിറ്റിംഗ് ആയാലും കളറിംഗ് ഒക്കെ അടിപൊളി. അതിന്റെ റെഡ് ബ്ലൂ വേറെ രീതിയിൽ ഗ്രേഡ് ചെയ്തിരിക്കുന്ന അടിപൊളിയായിരുന്നു. പിന്നെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ്, കൃഷ്ണാന്തിന്റെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആർട്ട് ഡിപ്പാർട്ട്മെന്റ് എടുത്തു പറയാം. ആർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ പടത്തിന് നെടുന്തൂണ്. കാരണം ആർട്ട് അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നത്. 2026 എങ്ങനെയായിരിക്കും കേരളം കൊച്ചി, നിയോ കൊച്ചി, അങ്ങനെയാണ് ഇവർ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. നിയോ കൊച്ചി 2026 എങ്ങനെയായിരിക്കും നിയോ കൊച്ചി, അന്നത്തെ പോലീസ് എങ്ങനെയായിരിക്കും, അന്നത്തെ കോസ്റ്റ്യൂംസ് എന്തൊക്കെയായിരിക്കും, അന്നത്തെ ഡിവൈസസ് എന്തൊക്കെയായിരിക്കും, അന്നത്തെ ഫോൺ എങ്ങനെയായിരിക്കും, വാച്ച് എങ്ങനെയായിരിക്കും, അന്നത്തെ മാല എങ്ങനെയായിരിക്കും, അന്നത്തെ റിങ് എങ്ങനെയായിരിക്കും, അന്ന് നമ്മൾ ഗെയിം കളിക്കുന്ന ഡിവൈസ് എങ്ങനെയായിരിക്കും, ഇതൊക്കെ അവർ എന്ത് അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നത്. അതും ഭയങ്കര കാശ് മുടക്കി കുറെ എക്യുപ്മെന്റ്സ് മേടിച്ച് അങ്ങനെയല്ല. നമ്മൾ പണ്ട് കണ്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ആ DVD അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വെച്ചാണ് അവർ അതൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്നും ഒരു തട്ടിക്കൂട്ട് പോലും ഒന്നും ഫീൽ ചെയ്യില്ല, അത്ര അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ CG വർക്ക് ചെയ്തിരിക്കുന്നത് പക്ക ഇന്റർനാഷണൽ ലെവൽ CG.
കാരണം ഒരു ഫേസിലൊക്കെ യൂസ് ചെയ്തൊരു മാസ്ക് ഉണ്ട്, മാസ്കുള്ള ഒരു ഷീൽഡ് പോലെ. ആ ഷീൽഡിൽ ഇങ്ങനെ അയൺമാൻ മൂവീസിലെ അയൺമാന്റെ ഫേസിൽ വരുന്നത് പോലെ ആ ഒരു ഗ്രാഫിക്സ് അതൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ അത് മാത്രമല്ല, പിന്നെ ഇതിനകത്ത് ഒരു പോലീസ് വെഹിക്കിൾ കാണിക്കുന്നത്. പോലീസ് വെഹിക്കിളൊക്കെ അന്ന് 2046 ഫ്ലൈയിങ് ആയിരിക്കും, അന്ന് പറന്ന് നടക്കുന്ന പോലീസ് ജീപ്പാ. അതൊക്കെ ചെയ്തിരിക്കുന്ന അടിപൊളിയാണ്. ആർട്ട് ഡിപ്പാർട്ട്മെന്റ് പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തം ടെക്നിക്കൽ ക്രൂ അടിപൊളി. ഈ ഒരു ഇതുപോലെ ഒരു വിഷനുള്ള, ഇത്ര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഇത്ര അടിപൊളി ഒരു വിഷനുള്ള ഡയറക്ടറുടെ കൂടെ അതേ സെയിം വിഷനുള്ള ക്രൂ ഒന്നിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഒരു അടിപൊളി ഒരു ഫിലിം ഉണ്ടാവുക എന്നതിന്റെ മെയിൻ ഉദാഹരണമാണ് മസ്തിഷ്ക മരണം. പിന്നെ ഇതിന്റെ കാസ്റ്റ് മെയിൻ മണിയമ്പിൾ രാജുവിന്റെ മകൻ നിരഞ്ജ് അങ്ങനെയാന്ന് തോന്നുന്നു. നിരഞ്ജ് പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടോ. പുള്ളി ഒരു ഹിഡൻ ജമ്മ. കാരണം ഈ പടം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത്ര നാൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല ആളെ. പക്ഷെ ഈ പടം കണ്ടു കഴിയുമ്പോൾ പുള്ളി ഒരു ഹിഡൻ ജമ്മ. എന്ത് രസമായിട്ട് പുള്ളി ചെയ്തിരിക്കുന്നത്. ഈ പടത്തിന്റെ മൊത്തം കോമഡി കൊണ്ടുപോകുന്നത് ആളുടെ ഭാഗത്തു നിന്നാണ് കോമഡി ഫുള്ള് വന്നത്. അയാളുടെ ഡയലോഗ് ഡെലിവറിയും പണ്ടത്തെ പ്രിയദർശൻ മൂവീസിന്റെ ഈ മണിയമ്പിൾ രാജു തന്നെ ചെയ്തു വെച്ചിരിക്കുന്ന, മണിയമ്പിൾ രാജു മോഹൻലാലൊക്കെ പണ്ട് അരം കിന്നരം ബോയിങ് അതിനകത്തൊക്കെ ചെയ്തിരിക്കുന്ന ആ രീതിയിലുള്ളൊരു ഡയലോഗ് ഡെലിവറിയും കാര്യങ്ങളൊക്കെയാണ് ഈ പടത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു സ്ലാങ് ഭയങ്കര കോമിക് സെറ്റപ്പില് പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടോ. ഭയങ്കരമായിട്ട് കോമഡി പുള്ളിക്ക് ചെയ്യാൻ പറ്റും. ആക്ടിങ്ങും ഓക്കെ നല്ലതാണ്, പക്ഷെ കോമഡി നല്ലതായിട്ട് പുള്ളിക്ക് വർക്കൗട്ടാണ്. പുള്ളിയുടെ ഡയലോഗിൽ നമുക്ക് നല്ല ചിരി വരും. പിന്നെ രജീഷ ഒരു ആക്ട്രസ് ആയിട്ടാണ് അവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പക്കായിട്ട്. നമ്മൾ ഇതുവരെ രജീഷയുടെ ഇങ്ങനത്തെ ഒരു വേരിയേഷൻ കണ്ടിട്ടില്ല. അത് അവർ നൈസ് ചെയ്തിട്ടുണ്ട്. ആക്ടിങ് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കുറേ പേരുണ്ട്, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത്. ജഗദീഷ് ഒരു പോലീസ് ഓഫീസർ ആയിട്ടാണ്, അയാൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് മോശം എന്ന് പറയാൻ ആരുമില്ല, എല്ലാവരും തന്നെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു നിഞ്ചായിട്ട് തന്നെ ഉണ്ട് ഒരാള്, ആളുടെ പേര് എനിക്കറിയില്ല. നിഞ്ച കൃഷ്ണാന്തിന്റെ ഒരു മുഖ ഷേപ്പൊക്കെ ഉണ്ട്, ആൾ നൈസ് ആയിരുന്നു. അതുപോലെ ഒരുപാട് പേരുണ്ട്, ഒരുപാട് കാസ്റ്റ് ഉണ്ട് ഇതിനകത്ത്. എല്ലാവരും തന്നെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരും തന്നെ നൈസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മെയിൻ സ്റ്റോറി എന്ന് പറഞ്ഞാൽ 2046 ആകുമ്പോഴത്തേനും ഒരു ഡിവൈസ് കണ്ടുപിടിക്കുന്നു, ഒരു ഗെയിമിംഗ് ഡിവൈസ്. നമ്മുടെ ബ്രെയിനിൽ നിന്ന് നമ്മുടെ മെമ്മറീസ് എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തിട്ട് അതൊരു ചിപ്പിലേക്ക് കൊടുത്തിട്ട്, ആ ചിപ്പൊക്കെ ഉണ്ടായിരിക്കുന്ന നൈസായിട്ട് ഞാൻ പറയാൻ വിട്ടു. ഈ ചിപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ പണ്ട് ഈ സൂപ്പർ മാരിയോ ഒക്കെ കളിക്കുമ്പോഴത്തേനും അന്ന് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു ചിപ്പുണ്ട്, ഒരു ഇത്ര വലിപ്പമുള്ളൊരു ചിപ്പുണ്ട്. അതൊക്കെ നൈസായിരുന്നു. ആ ചിപ്പൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് സൈമൺസ് മെമ്മറി എന്ന് എഴുതിയിരിക്കുന്നത്. അതുപോലെ സൈമൺസ് മെമ്മറി എന്ന് പറയുന്ന സൈമൺ എന്ന് പറഞ്ഞ ആളുടെ മെമ്മറി ഒരു ഗെയിമായിട്ട് ഒരു ചിപ്പായിട്ട് കിട്ടുന്നു. ആ ചിപ്പ് യൂസ് ചെയ്ത് ആ ഗെയിം കുറേ പേര് കളിക്കുന്നു. അത് പിന്നീട് ഉണ്ടാകുന്ന സംഭവവികാസങ്ങളും കാര്യങ്ങളാണ് പടത്തിന്റെ മെയിൻ സ്റ്റോറി. ശരിക്കും പറഞ്ഞാൽ ബേസിക് സ്റ്റോറി എടുത്ത് പോയി കഴിഞ്ഞാൽ നോർമൽ സ്റ്റോറിയാണ്. ഇതൊരു ഡിവൈസ് വരുന്നു, ആ ഡിവൈസിൽ ഒരു ഗെയിം, ആ ഗെയിം കുറേ പേര് കളിക്കുന്നു. ആ ഗെയിം കളിക്കുന്ന ആളുകൾക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആ ഗെയിമിനോട് ഒരു മർഡർ കണ്ടുപിടിക്കുന്നു. ഒരു മർഡർ സംഭവിക്കുന്നത് ആ ഗെയിം കളിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവുന്നു. അത് പിന്നെ പോലീസ് കേസ് ആവുന്നു. പിന്നെ ആ മർഡർ തെളിയിക്കാനുള്ള കേസ് അന്വേഷിക്കാൻ ജഗദീഷ് പോലീസ് വരുന്നു. അതാണ് അതിന്റെ ബേസിക് സ്റ്റോറി. അതിലേക്ക് അവർ 2046 ഫ്യൂച്ചർ ഇഞ്ചെക്ട് ചെയ്തിരിക്കുക. അത് അടിപൊളിയാണ്. ആ ഒരു തോട്ട് എനിക്ക് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നമ്മളൊക്കെ ആലോചിക്കും എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു തോട്ട് വരുന്നില്ല, നമുക്ക് അങ്ങനത്തെ ഒരു തോട്ട് വന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. ഈ സ്റ്റോറിയിൽ അത് 2046 എങ്ങനെയായിരിക്കും എന്നുള്ളൊരു സാധനമൊക്കെ പറയുമ്പോൾ സിമ്പിളായിട്ട് തോന്നും, പക്ഷെ നമുക്ക് ആലോചിച്ചെടുക്കാൻ നല്ല പാടാം. അത്ര വിഷയം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. മസ്തിഷ്ക മരണം എനിക്ക് നല്ലപോലെ വർക്കായ, പക്ഷെ എല്ലാവർക്കും വർക്കാവാൻ ചാൻസ് ഇല്ലാത്ത ഒരു നല്ല സിനിമ. കാരണം നിങ്ങൾ 30, 40, 50 വയസ്സുള്ള ആളുകൾ പോയി പടം കണ്ടിട്ട് പടം കൊള്ളൂല, ഇത് എന്ത് പടം എന്ന് ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കും, ഷുവർ. ബട്ട് ഈ പടം പിന്നീട് OTT ഇറക്കുമ്പം മലയാളത്തിൽ നല്ലൊരു ചർച്ചാ വിഷയമാവാൻ സാധ്യതയുള്ള, അതുപോലുള്ള കണ്ടന്റ്സ് ഉള്ള ഒരു 10, 20, 30 വർഷം കഴിയുമ്പോഴത്തേനും അന്നത്തെ ആളുകൾ ഈ പടം ചർച്ചയ്ക്ക് എടുക്കാനും സാധ്യതയുള്ളൊരു നല്ല പടം. അപ്പം എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. മസ്തിഷ്ക മരണം എനിക്ക് നല്ലപോലെ വർക്കായ, പക്ഷേ എല്ലാവർക്കും വർക്കാവാൻ ചാൻസ് ഇല്ലാത്ത ഒരു നല്ല സിനിമ. കാരണം നിങ്ങൾ 30, 40, 50 വയസ്സുള്ള ആളുകൾ പോയി പടം കണ്ടിട്ട് പടം കൊള്ളൂല, ഇത് എന്ത് പടം എന്ന് ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കും, ഷുവർ. ബട്ട് ഈ പടം പിന്നീട് OTT ഇറക്കുമ്പം മലയാളത്തിൽ നല്ലൊരു ചർച്ചാ വിഷയമാവാൻ സാധ്യതയുള്ള, അതുപോലുള്ള കണ്ടന്റ്സ് ഉള്ള ഒരു 10, 20, 30 വർഷം കഴിയുമ്പോഴത്തേനും അന്നത്തെ ആളുകൾ ഈ പടം ചർച്ചയ്ക്ക് എടുക്കാനും സാധ്യതയുള്ളൊരു നല്ല പടം. അപ്പം എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള ഫിലിം റിവ്യൂസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. ഓക്കെ, ബൈ.